പഞ്ചാബിൽ AAP MLA മാർ ഛിന്ന ഭിന്നമായി പോകാൻ തയ്യാറെടുക്കുകയാണ്. അതായത് ഡൽഹിയിലെ തോൽവിയോടുകൂടി AAP രാജ്യത്ത് തന്നെ തകർന്നിരിക്കുകയാണ്. ദില്ലിയിൽ ഇനി AAP നേതാക്കൾ, അതായത് അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, അതുപോലെ ഗൗരവ് ഭരദ്വാജ്, സത്യേന്ദ്ര ജെയിൻ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ ആരും തന്നെ ദില്ലി നിയമസഭയിൽ ഇല്ല. അവർക്കിനി പണിയില്ല എന്നർത്ഥം. എന്നാൽ BJP കെജ്രിവാളിന്റെ കേസ് കൂടുതൽ ശക്തമാക്കാനും തെളിവ് സഹിതം പിടിച്ച് വീണ്ടും അകത്തിടാനും ശ്രമം നടത്തുന്നതായും വാർത്തകൾ വരികയാണ്. അതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. അതായത് ഇനി AAPക്ക് ഭരണമുള്ള ഏക സംസ്ഥാനമായ പഞ്ചാബിൽ AAP തകർന്ന് തരിപ്പണമാകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. തുടക്കം മുതൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ അനാവശ്യമായി പഞ്ചാബ് ഭരണത്തിലും ഇടപെടുന്നതിനാൽ മുഖ്യമന്ത്രി ഭഗവത് മാൻ വലിയ കലിപ്പിലായിരുന്നു. പക്ഷേ പാർട്ടിയുടെ അധികാര സ്ഥാനത്ത് ഒരു ഏകാധിപതിയെപ്പോലെ നിൽക്കുന്ന കെജ്രിവാൾ എന്ന അധികായകൻ ആയതുകൊണ്ട് ഒന്നും മിണ്ടാൻ പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ ഇപ്പോൾ അദ്ദേഹം കളി തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല BJPയുടെ പഞ്ചാബ് സംസ്ഥാന അധ്യക്ഷൻ പൂർണ്ണമായും കെജ്രിവാളിന്റെ കൂടെയുമാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാബിലെ പാർട്ടി പിളരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. AAPയിൽ തന്നെ നിൽക്കുന്നവരും കോൺഗ്രസിലേക്ക് പോകുന്നവരും BJPയിലേക്ക് പോകുന്നവരും എന്നിങ്ങനെ 3 തരത്തിലായി പഞ്ചാബിലെ AAP MLA മാർ മാറുകയാണ്. അതാണ് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഡൽഹിയിലെ AAPയുടെ പരാജയത്തിന് പിന്നാലെ നിർണായകമായ നീക്കം നടക്കുന്നതായി വെളിപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് നേതാവ് പ്രതാപ് സിംഗ് ബജ്വയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പഞ്ചാബിലെ 30 AAP MLA മാർ താനുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞുവെന്നും ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബജ്വയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. 1 വർഷത്തോളമായി AAP MLA മാർ തന്നെ ബന്ധപ്പെടുന്നു എന്നും അവർ പാർട്ടി ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നും ബജ്വെ പറയുകയാണ്. AAP ശക്തമായതിനാൽ ഇതുവരെ മിണ്ടാൻ കഴിയാത്ത 30ഓളം MLA മാർ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വരാൻ പോവുകയാണെന്നും കോൺഗ്രസ് നേതൃത്വം സമ്മതം പറഞ്ഞാൽ ഈ MLA മാർ പാർട്ടിയിൽ ചേരുമെന്നും ബജ്വ വെളിപ്പെടുത്തുന്നു. BJP ചെയ്യുന്നത് പോലെയൊന്നും കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങാൻ കോൺഗ്രസിന്റെ കയ്യിൽ പണമുണ്ട് എന്ന് തോന്നുന്നില്ല. എങ്കിലും BJP വിരുദ്ധ MLA മാർ BJPയിലേക്ക് ഒരിക്കലും അവരുടെ വർഗീയ ഫാസിസത്തെ അംഗീകരിച്ചു കൊണ്ട് പോകാൻ തയ്യാറാകാത്ത MLA മാർ കോൺഗ്രസ് പാർട്ടിയെ, പ്രത്യേകിച്ച് പഞ്ചാബിൽ വളരെ ശക്തമായി നിൽക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ അംഗീകരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ AAP വിട്ടു പോകുന്നത് കോൺഗ്രസിലേക്കല്ല, മറിച്ച് AAP വിട്ട് BJPയിൽ ചേർന്നേക്കുമെന്നാണ് പറയുന്നത്. BJPയിലേക്ക് പോകുന്ന AAP MLA മാരുടെ നേതാവായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ തന്നെയായിരിക്കുമെന്ന് പറയുന്നു. കാരണം ഡൽഹിക്ക് സമാനമായി പഞ്ചാബിലെ AAP സർക്കാരും അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ. ഒരു മന്ത്രി ആദ്യം തന്നെ ജയിലിലായതും രാജിവെച്ചതുമെല്ലാം നമ്മൾ കണ്ടതാണ്. പഞ്ചാബിലെ ആരോഗ്യമന്ത്രി വിജയ് സിംഗ് ആണ് അഴിമതി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിൽ ആദ്യം തന്നെ പെട്ടത്. അപ്പോൾ കെജ്രിവാളിന് വന്ന വലിയ ആപത്ത്, ജയിലിലടക്കം അടച്ചത് തനിക്കും ഒരുപക്ഷെ വന്നേക്കാം എന്ന തിരിച്ചറിവിലാണ് പഞ്ചാബ് മുഖ്യമന്ത്രി കേന്ദ്രം ഭരിക്കുന്ന BJPയിൽ ചേരാൻ സന്നദ്ധത അറിയിച്ചതെന്നും വാർത്തകൾ വരികയാണ്. ഏതായാലും AAPയുടെ ഭരണം പഞ്ചാബിലും ത്രിശങ്കുവിലാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. 30ഓളം MLA മാർ കോൺഗ്രസിലെത്തിയാൽ കോൺഗ്രസിന് ഏകദേശം 50-നടുത്ത് സീറ്റുകൾ ആകുമെന്ന് പറയാം. AAPക്ക് ബാക്കിയുണ്ടാകുന്നത് 60ഓളം സീറ്റുകൾ മാത്രമാണ്. അതിൽ BJPയിലേക്ക് എത്ര പേർ പോകും എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കഴിവ് പോലെയിരിക്കും. അങ്ങനെ വന്നാൽ ആകെയുള്ള 117 MLA മാരിൽ AAPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ പഞ്ചാബ് എന്ന സംസ്ഥാനത്തിന്റെ ഭരണം തന്നെ അനിശ്ചിതത്വത്തിലാവുകയും രാഷ്ട്രപതി ഭരണമോ അല്ല വീണ്ടും ഒരു തെരഞ്ഞെടുപ്പോ ആയിരിക്കും പഞ്ചാബിനെ കാത്തിരിക്കുന്നത്. അത്രയ്ക്കും സ്ഫോടനാത്മകമാണ് പഞ്ചാബിലെ AAPയുടെ അവസ്ഥയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വെളിപ്പെടുത്തുന്നത്. ഏതായാലും AAP സ്ഥാപകൻ അരവിന്ദ് കെജ്രിവാൾ തകർന്നു വീണപ്പോൾ രാജ്യമൊട്ടുക്കുമുള്ള AAP തന്നെ തകരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.